കമ്പാറ്റബിൾ അല്ലാത്ത 2 പേര് ഒരു വീടിനകത്ത് പുകഞ്ഞ്, ശരിക്കും അയാൾക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുമ്പോൾ ഭാര്യയ്ക്കും അവളിലേക്ക് എന്തെങ്കിലും പ്രൊവിഷൻസിന് പൈസ കൊടുക്കുമ്പോൾ ഇയാൾക്കും എന്ത് തരം മാനസികാവസ്ഥയിലാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നത്? ജസ്റ്റ് ഫോർ ദ ചിൽഡ്രൻ. സോ അത് ഉണ്ട്. അപ്പം ഈ സമയത്ത് എന്തുകൊണ്ടെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിന്റെ ഉടനടിയുള്ള ആൻസർ ലെറ്റ്സ് ഡിവോഴ്സ് അല്ല. എന്തുകൊണ്ട്? അതൊരു ഫിസിക്കൽ കമ്പാറ്റബിലിറ്റി ആവാം, മെന്റൽ കമ്പാറ്റബിലിറ്റി ആവാം. ഇതൊക്കെ ഈ സിനിമ പറയുന്നത്. ആംഗ്രി ബേബീസ് ഒരു തരത്തിലും ഫിലോസഫിക്കലാക്കി ടീച്ചയാക്കാതെ വളരെ ഒരു എന്റർടൈൻമെന്റ് മോഡിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ലെറ്റ്സ് കമ്മ്യൂണിക്കേറ്റ്. ആ ഒരു കാര്യം മാത്രമാണ് പറയുന്നത്. സംസാരിച്ചാൽ തീരാവുന്ന കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നത് ഒരു എലിവേറ്റഡ് പൊസിഷനിൽ നിന്നുകൊണ്ടാണ് 2 പേരും പിന്നെ കണ്ടു തുടങ്ങുന്നത്. ഈ പ്രണയ സമയത്ത് അല്ലെങ്കിൽ കല്യാണ സമയത്ത് അറ്റ്പാറായി നിന്ന് ഒരു ഈക്വാലിറ്റിയിൽ നിന്ന് 2 പേർ ഒരു 6 മാസമോ 7 മാസമോ കഴിയുമ്പോൾ എവിടെയോ ഈ ഒരു ബ്രിഡ്ജ് വരും. ആ ഒരു വേറൊരു പീഠത്തിൽ ഇരുന്നു കൊണ്ട് അപ്പുറത്തെ പാർട്ട്ണറിനെ കണ്ടു തുടങ്ങുമ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ തീരുമാനിച്ച 2 പേർ പെട്ടെന്ന് ഒരാൾ ബാക്ക് സീറ്റിൽ ഇരുന്ന് തുടങ്ങുമ്പോൾ ഞാന് നമ്മുടെ അടുത്ത് ഒരുപാട് പേര് പറയും കോളേജ് ലൈഫ് ഉണ്ടായിട്ടില്ലല്ലേ, അപ്പോഴത്തേക്ക് മൂവീസിൽ വന്ന കാരണം അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കേട്ടോ, ഭാവന ഏറ്റവും കൂടുതൽ ലൈഫിൽ എന്നൊക്കെ പറയും. ആയിരിക്കാം, കാരണം നമ്മൾ സിനിമയിൽ കാണുന്ന കോളേജ് ലൈഫിലേക്ക് അയ്യോ നമുക്ക് എങ്ങനെയെങ്കിലും പോണം, അങ്ങനെ ആയിരിക്കും. കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇന്ന് ചേരണം എന്നായി പോകും. പക്ഷെ ഇന്ന് വരെ ഒരാള് പോലും അതൊരു ലേഡി ആവട്ടെ അല്ലെങ്കിൽ ഒരു കല്യാണം കഴിച്ച ഒരാളാവട്ടെ, ആരും എൻ്റെ അടുത്ത് വന്നിട്ട് മോളെ കല്യാണം കഴിച്ചിട്ടില്ലേ, അയ്യോ വേഗം കല്യാണം കഴിക്കുന്നത് ഭയങ്കര സംഭവമാണ് കൊതിയായിട്ട് ഒരാൾ പറഞ്ഞിട്ടില്ല. എല്ലാരും നേരെ ഓപ്പോസിറ്റാ. ഇപ്പോഴൊന്നും കല്യാണം കഴിക്കാൻ കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാൽ ഇപ്പോഴുള്ള എൻജോയ്മെന്റ് ഒക്കെ ഉള്ളു, അതും കൂടി ഉള്ളു അങ്ങനെ ഇരുന്ന് പോകുന്നത്. സോ കല്യാണം എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു മേ ബി ഒരു 1920, 21 ആണെങ്കിൽ ഞാനും ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു ഫാന്റസി പോലെ എനിക്ക് എന്റെ കല്യാണം എന്റെ ഹസ്ബൻഡിനായി പോയത്. പക്ഷെ അതൊക്കെ വിട്ട് മാറി വന്നതുകൊണ്ട് ഞാൻ ലൈക്ക് പാരനോയിഡ് ആണ് അങ്ങനത്തെ ഒരു തോട്ട് വരുമ്പോ. ആ പാരനോയിഡ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് യു വിൽ ഹാവ് എ ഗുഡ് മാരിഡ് ലൈഫ്. കാരണം എന്ന് വെച്ചാല് ഇതിനകത്ത് ഒരുപാട് ഡ്രീംസും ഒരു ഡ്രീമി അല്ല. നമ്മളൊരു വെൻ യു ആർ അറ്റ് യുവർ ഏജ് ഭയങ്കര ഡ്രീമി അല്ല. ഒരു 19-കാരിയുടെ അതെ ഏർലി 20s അങ്ങനെയായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ഒരു വറി ഉണ്ടായിരുന്നില്ല എന്റെ കല്യാണം അങ്ങനെയായിരിക്കണം ഇങ്ങനെ. ഇപ്പൊ ഒന്നും എനിക്ക് ആ കല്യാണം എന്നുള്ള ഭാഗം എവിടെയാണെങ്കിൽ ഇത് ബ്ലാക്ക് ആണ്, അറിയില്ല എന്താ ചിന്തിക്കുന്നത് എന്റെ കല്യാണം എന്നുള്ള ഭാഗം ഐ മീൻ എവിടെയാണെങ്കിലും. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു സിനിമയുടെ ഒരു വലിയ ശക്തി എവ്രിബഡി, സജി, അനുചേട്ടൻ, സുജിത്ത്, ആദ്യമായിട്ട് കൃഷ്ണേട്ടൻ, നമ്മുടെ അസോസിയേറ്റ്സ് അസിസ്റ്റൻസ്, ഇവരെല്ലാം ഒരൊറ്റ മൈൻഡിൽ നിന്ന് ചെയ്ത പടമാണ്. ദർ വാസ് നോ ഡിസ്കോർഡ്. ഇടയ്ക്കൊന്നും എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒരു ആർട്ടിസ്റ്റുമായിട്ടും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എനിക്ക് കഴിയുമ്പോ ശരിക്കും വിഷമം തോന്നിയ ഒരു മൂവി ഇതാണ്. എനിക്കിപ്പോഴും ഓർമ്മ കുട്ടിക്കാലം അന്നത്തെ ദിവസം ഫുൾ ഇന്ന് കഴിയല്ലേ ഭയങ്കര സങ്കടമായിരുന്നു. അയ്യോ കുട്ടിക്കാലത്തെ ലാസ്റ്റ് ഡേ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ നീ ഒരു കുപ്പിയില് ഒരു കത്തെഴുതിയിട്ട് ഓർമ്മയുണ്ട്. ഇതൊന്നും ഞാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കണം. പ്രേക്ഷകർക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യാം. ഭാവന ഒരു ബിസ്ലറി ബോട്ടിലിനുള്ളിൽ ഒരു കത്തെഴുതി വിട്ടിട്ടുണ്ട്. അതൊരു വെള്ളച്ചാട്ടത്തിന്റെ മേലെ നിന്നിട്ട് അവൾ എറിഞ്ഞ ഒരു ബോട്ടിലാണ്. അതിലെഴുതിയിരിക്കുന്നത് ഈ കത്ത് കിട്ടുന്നയാളായിരിക്കും എൻ്റെ ഭാവി വരൻ. ഇത് ഈ വെള്ളച്ചാട്ടവും മലരികളും കയവും ചുഴിയും ഒക്കെ കടന്ന് ആരുടെയെങ്കിലും കയ്യിലെത്തുമെങ്കിൽ അയാളായിരിക്കും ഏതെങ്കിലും ഒരു പാലോട് പാലോടല്ല കുട്ടിക്കാനം ഭാഗത്തുള്ള ഒരു ആദിവാസി കോളനിയിൽ അതെത്തുമെന്നും അതിൽ നിന്ന് നിനക്കൊരു ഭാവി വരാനുണ്ടാവുമെന്നും ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നുണ്ട്. പക്ഷെ നീ അത് എറിഞ്ഞുകൊണ്ട് കിട്ടിയ ഒരു വലിയ ഗുണം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത സിനിമ ഡോൾഫിൻസ് എന്ന സിനിമ, അതിന്റെ പ്രധാന ത്രെഡ് ഇതാണ്. കുഴപ്പം ഞാനൊരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. നീ ഇങ്ങനെ ഒരു കഥ സപ്ലയർ ആയി പോകുന്നത് നിന്റെ കുറ്റമല്ലല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ആ ഒരു കുട്ടിക്കാനം ഷെഡ്യൂള്, പിന്നെ മുംബൈ ഷെഡ്യൂള്, ദെൻ നമ്മുടെ ഫ്ലാറ്റ് ഷെഡ്യൂൾ എനിക്ക് തോന്നുന്നത് നിനക്ക് ഏറ്റവും കൂടുതൽ തടി കൂടിയ ഒരു ഏരിയ ഫ്ലാറ്റ് അല്ലേ? കാരണം അപ്പുറത്തുണ്ടാവുന്ന ഒരു 4.5 മണിക്കുള്ള പഴംപൊരിയും. അയ്യോ എനിവേ സോ ഹാപ്പി. നീ ഇത്രയും ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നോ? ഫ്രാങ്ക്ലി ഞാൻ വിജയം പ്രതീക്ഷിച്ചിരുന്നു. കാരണം നമുക്കറിയാം ഒരു സീൻ ചെയ്യുമ്പോഴും നമ്മൾ വർക്ക്ഔട്ട് ആവുന്ന അല്ലെങ്കിൽ നമ്മൾ ചിരിക്കുന്നതൊക്കെ
നമ്മൾ ചിരിക്കാതെ നമുക്ക് എന്താ ഉണ്ടാവാൻ പോണേ നമുക്ക് അറിഞ്ഞിട്ടാണ് നമ്മൾ ചിരിക്കുന്നത്. ഓഡിയൻസ് വരുമ്പോൾ അവർക്ക് അറിയില്ല വാട്ട് ഇസ് ദ നെക്സ്റ്റ് ഡയലോഗ് എന്നുള്ളത്. എന്നിട്ടുള്ള ചിരി നമുക്ക് അറിയാൻ പറ്റും. എന്നിട്ട് പോലും ഞാൻ പിന്നെയും ചിരിച്ചിട്ട് സോറി വൺ മോർ പറയുമായിരുന്നു. അതെ. സോ ഇത് വർക്ക്ഔട്ട് ആവും എന്നുള്ള ഒരു കാര്യത്തിന് എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് പിന്നെ ഈ ഒരു റിലീസിങ് ഡേറ്റ് നീണ്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ കുറച്ച് ഒരു ഡിസപ്പോയിന്റഡ് ആയി. എന്താ അങ്ങനെ, ബിക്കോസ് വെക്കേഷൻ ടൈം വരുന്നതിന്റെ കറക്റ്റ് ഇത് മാറി ജൂണിലേക്ക് ആയപ്പോഴും ഓക്കെ കുഴപ്പമില്ല. കാരണം പടം നല്ലത്, നേരത്തെ പറഞ്ഞ പോലെ പടം നല്ലതാണെങ്കിൽ ആൾക്കാർ എന്തായാലും വന്ന് കാണും. പിന്നെ ലാസ്റ്റ് ജൂണിലായിരുന്നു ഹണിബി റിലീസ് ഒക്കെ. പിന്നെ ഹണിബി ഇസ് മോർ ഓഫ് എ യങ്സ്റ്റേഴ്സ് ഫിലിം. ഇതൊരു ഫാമിലി ക്രൗഡിനുള്ള എല്ലാവരുടെയും ഒരു എന്റെ അടുത്ത് പറഞ്ഞ ഒരുപാട് പേരും പറഞ്ഞത് സാറ്റർഡേ സൺഡേ ആയിട്ടേ പോകാൻ പറ്റുള്ളൂ. കാരണം കുട്ടികളെല്ലാം സ്കൂളിൽ നിന്ന്, അതാണ് ഒരു മെയിൻ പ്രശ്നം. കാരണം നമുക്ക് അവരുടെ ജോലിയും അല്ലെങ്കിൽ കുട്ടികളുടെ സ്കൂളും ഉള്ള പ്രശ്നങ്ങളാണ്. ഒരുപാട് ഈവൺ ഇപ്പൊ പറഞ്ഞ പോലെ വെക്കേഷൻ ടൈം ആയിരുന്നു റൈറ്റ് ടൈം. ബട്ട് ഈവൺ വെൻ ഓൾ ദീസ് ഫാക്ടേഴ്സ് വെദർ, മഴ, സ്കൂൾ തുറക്കല്, ഫുട്ബോള്, ഓൾറെഡി ഉള്ള സിനിമകൾ, ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് പോലും ഇഫ് ഈ ഒരു വെൽക്കം, അതിന് നമുക്ക് താങ്ക് യു പറയാതെ വെരി ഗ്രേറ്റ്ഫുൾ. അതെ, സീരിയസ്ലി. ബിക്കോസ് ഈ രണ്ട് മൂവിയും ഉള്ള ഇപ്പൊ പറഞ്ഞ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഫിലിംസിന്റെ ജോണറേ അല്ല നമ്മൾ. സോ നമുക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നില്ല. അതുപോലത്തെ ഒരു മൂവി അല്ലല്ലോ. തീർച്ചയായും. ആൻഡ് താങ്ക് യു ഓൾ വൺസ് അഗെയിൻ. ആംഗ്രി ബേബീസ് ഇത്രയും വലിയൊരു